വെരി നമസ്കാരം ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ 12 മണിക്ക് ഇന്ന് ലൈവ് ഉണ്ട്. ടോപ്പിക് പാട്ട ഗേൾസ് ആണ്. ഞാനിപ്പോ എന്റെ പെർസെപ്ഷൻ ആണ് ഇവിടെ പറയുന്നത്. 12 മണിക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെർസെപ്ഷൻസ് പറയാം ഇൻ എ വെരി ഗുഡ് മാനർ. അപ്പം ആക്ച്വലി ഇത് ഇന്നലെ പൊട്ടിയ സംഭവമാണ്. ഇന്നലെ മിഞ്ഞാന്നൊക്കെയായിട്ട് പൊട്ടിയ സംഭവമാണ്. ഞാനൊന്ന് വെയിറ്റ് ചെയ്തത് മൊത്തം ഒരു എല്ലാവരുടെ അഭിപ്രായം ഒന്ന് നോക്കാം, എന്നിട്ട് എനിക്ക് തോന്നിയത് പറയാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു. ആക്ച്വലി ഒന്നാമത്തെ കാര്യം ഞാൻ ഇവിടെ എടുത്തു പറയുന്ന കാര്യങ്ങള് ആദില, നോറ, അനു ഇവരാണല്ലോ ഈ പാട്ട ഗേൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള ജെന്യൂനിറ്റിയും ഫീൽ ചെയ്തിട്ടില്ല. ഫസ്റ്റ് തിങ്, ഇതിലും ഭേദം ഇവര് എഗൻസ്റ്റ് ആയിട്ട് നിന്നിട്ട് അനുവിന് എഗൻസ്റ്റ് ആയിട്ട് ഗെയിം കളിക്കുന്നതായിരുന്നു നല്ലത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്, ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മിസ്റ്റേക്ക് കണ്ടാൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മുടെ വെരി ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ 4 ആൾക്കാരുടെ മുന്നിലോട്ട് എടുത്തിട്ടിട്ട് അവരെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ അവരെ പറ്റി കുറ്റം പറയുകയും ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു കോംപ്ലക്സ് ഉണ്ട്, ഒരു വിഷമമുണ്ട്. പക്ഷെ ശരിക്കും ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്താണ്, വിളിച്ചിട്ട് എല്ലാ അപ്രീഷിയേറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എവരി വൺ ആൻഡ് ക്രിറ്റിസൈസ് 1 to 1 എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് ഒറ്റയ്ക്കുള്ളപ്പോൾ വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ ഉള്ളത്. ഓക്കെ, പിന്നെ അനുവിനെ സംബന്ധിച്ചിടത്തോളം അനുവിന് എന്തിന്റെ കേടായിരുന്നു? ഇപ്പൊ ഫുഡ് അവിടെ എടുത്തു വെക്കേണ്ട കാര്യം, അത് അവർക്ക് ആർക്കും എടുത്തു വെക്കാൻ നിർബന്ധമില്ലെങ്കിൽ പിന്നെ അനുവിന് എന്താണ്? അവർക്ക് എടുത്തു വെക്കേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അനു അവിടെ വാശി പിടിച്ച് എടുത്തു വെച്ചൊരു ഗിവർ ആവേണ്ട കാര്യമില്ല. കാലത്തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് കുടം കമത്തി കളയുന്ന സ്വഭാവം അനുവിന് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അപ്പൊ അനു അത് അവിടെ വാശി പിടിക്കണ്ടായിരുന്നു എടുത്തു വെക്കണം എന്നുള്ളത്. പിന്നെ ഞാൻ വിളമ്പി തന്നില്ലേ, ഞാൻ വച്ചുണ്ടാക്കി തന്നില്ല, അങ്ങനെയൊന്നും കണക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് സ്വന്തം വീട്ടിൽ പോലും ഇപ്പോഴത്തെ കാലത്ത് കണക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെയാണോ ഇത്രയും വലിയ റിയാലിറ്റി ഷോയില് ഇന്ന് അനു ആണ് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അടുത്ത ആഴ്ച വേറെ ഒരാളാണ് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്നത്. സോ അതിനെപ്പറ്റി അവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആൻഡ് ഇവിടെ ആദില, നോറ, പിന്നെ അനുവിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴക്ക് ഉണ്ടാകുമ്പോൾ കിച്ചണിൽ ഞാൻ ഇനി ഫുഡ് ഉണ്ടാക്കില്ല. ഇതിനു മുമ്പ് അനു അവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ശരിക്കും അത് അവിടെ നിന്ന് ചെയ്യാണ് വേണ്ടത്, അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്യല്ല വേണ്ടത്. അപ്പം കിച്ചൺ ടീമിൽ നിന്ന് മാറിയിട്ട് വെസൽ ടീമിലോട്ട് മാറി. അപ്പൊ നോറ അവിടെ വാശി പിടിച്ചത് എന്താണ്? വെസൽ കഴുകാൻ. അത് അപ്പൊ തന്നെ കഴുകാൻ പറയാനായിട്ട് നോറയ്ക്ക് ഒരു റൈറ്റും ഇല്ല. അതൊരു പേഴ്സണൽ ഗ്രഡ്ജ്, ഒരു വഴക്കിന്റെ ഭാഗമായിട്ടാണ് ആ സംസാരം അവിടെ വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ ടീമിൽ നിന്ന് അനു മാറിയത് എപ്പോഴാണ്? കാലത്തോട്ട് ഉച്ച വരെയുള്ള ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ ആസ് പെർ ദ റൂള് എപ്പോഴാണ് അനുപാത്രം കഴുകേണ്ടത്? രാത്രിയാണ് അനുപാത്രം കഴുകേണ്ടത്. ഉച്ചയ്ക്ക് വേറെ ആരെയും കൊണ്ട് കഴിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് അനീഷ് പറഞ്ഞത് അവിടെ വലിയൊരു പോയിന്റ് തന്നെയാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം, അനുമോള് ഇപ്പൊ എന്താ പറയാ, ഇവിടെ 2 കൈ കൂട്ടിയടിച്ചാലാണ് സൗണ്ട് ഉണ്ടാവുന്നത്. ഇപ്പൊ നിങ്ങക്ക് ടോപ്പ് 5 എത്തേണ്ട അഹങ്കാരാണെന്ന് അനുമോള് പറഞ്ഞപ്പോൾ നോറയ്ക്ക് വിഷമായ പോലെ തന്നെ നോറ തിരിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്, PR ഇല്ലേണ്ട ഒരു ബലമാണോ എന്നുള്ളത്. അവിടെ PR ഇല്ലാത്തത് ആരാ? കഴിഞ്ഞ സീസണിലും PR ഉണ്ടായിരുന്നു, അതിന് മുമ്പത്തെ സീസണിലും PR ഉണ്ടായിരുന്നു, എല്ലാ സീസണിലും PR ഉണ്ട്. ഈ ഒരു സീസണിൽ മാത്രം എന്താണ് അത്, എസ്പെഷ്യലി അനുവിന്റെ PR മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിന്നി ഒരൊറ്റൊരാള് കാരണമാണ്. അപ്പൊ അക്ബർ പറയുന്നു അവള് PR ബലത്തിൽ കളിക്കണമെന്ന്. അക്ബർ പിന്നെ PR ഒന്നും ഇല്ലല്ലോ അല്ലെ. ആൻഡ് അനു അവിടെ എല്ലാവരും, ഇപ്പൊ നോറയാണെങ്കിലും കഷ്ടപ്പെട്ട് ഗെയിം കളിച്ചു തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്നത്. അനുവും പുറത്ത് PR ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഒരാഴ്ച മുഴുവനും സെറ്റിയിലിരിക്കാം, ഈ ആഴ്ച PR നോക്കിക്കോളും, അടുത്ത ആഴ്ച എന്ന ഡൈനിങ് റൂമിന്റെ ഊണുമേശപ്പുറത്ത് പോയിരിക്കാം. അപ്പൊ അങ്ങനെ PR കൊണ്ടുപോക്കോളും. പിന്നെ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എന്നാ ഫ്രണ്ടില് ബീൻ ബാഗിൽ കുറച്ചു നേരം ഇരിക്കാം. അങ്ങനെ ഇരുന്ന് ഓരോ മൂലയിലും ഇരുന്നിട്ടല്ലല്ലോ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയും ഈ ഒരു ടൈം പീരീഡ് വരെ എത്തിയിരിക്കുന്നത്. അനുമോളുടേതായ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. സോ PR എന്നുള്ള പദപ്രയോഗമാണ്. ഇപ്പൊ അതിലും നോറയ്ക്കാണെങ്കിലും പുറത്ത് പേജുണ്ട്, അവർക്ക് വേണ്ടി സംസാരിക്കാനും ആൾക്കാരുണ്ട്. സോ അവിടെ PR ഇല്ലാത്തവരാരും ഇല്ല, എല്ലാവർക്കും PR ഏറെക്കുറെ ഉണ്ട്. അപ്പൊ അത് എടുത്ത് അക്ബർ സ്ട്രെസ് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിലും ഭേദം അക്ബർ ആയിരുന്നു നല്ലതെന്ന് പറയുന്നു. പിന്നെ നോറ പറയുന്നുണ്ട് നിന്റെ തനി സ്വഭാവം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ആൻഡ് ആദില പറയുന്നുണ്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ കറപ്പ് പാടില്ല എന്നുള്ളത്. ഇവിടെ ആദിലും നോറയും സപ്പോർട്ട് ചെയ്യുന്നേക്കാൾ കൂടുതൽ അനു ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആദില, നോറ അനുവിനെ പറ്റി കുറ്റം പറഞ്ഞ് 4 അംശം പോലും അനു ഇവരെ പറ്റി കുറ്റം പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഇതിന്റെ താഴെ PR എന്ന് പറഞ്ഞുകൊണ്ട് വരണ്ട. ഞാൻ ആളുകളുടെ മുന്നിലോട്ട് കുറച്ച് പോയിന്റ്സ് ആണ് ഇട്ട് തരുന്നത്. പിന്നെ എത്ര ആൾക്കാരാണെങ്കിലും ഉറക്കം നടിച്ചു കിടക്കുന്ന ആൾക്കാരെ നമുക്ക് ഉണർത്താൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോ അനു മനസ്സിലാക്കാൻ ലേറ്റ് ആയി പോയതാണ്. മനസ്സിലായി? ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ അതിനൊരു ബേർഡൻ പോലെയാണ്. അനു ഇല്ലാത്ത സമയത്ത് ഇഷ്ടം പോലെ ആദ്യം പറയാൻ അനുവിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്താണ് അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയേണ്ട കാര്യം? അപ്പൊ ഞാൻ പറയണ അനുവിന് PR ഉണ്ടെന്ന് പറഞ്ഞിട്ട് അനുവിന്റെ കൂടെ നിന്ന് ആദിലും നോറയും ഇവിടം വരെ എത്തിയതാന്ന് ഞാൻ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും?
അപ്പൊ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വേണമെങ്കിൽ മനസ്സിൽ കറ പാടില്ല, അഴുക്ക് പാടില്ല. ആ അഴുക്ക് പാടില്ല എന്ന് അതിൽ പറയുന്നുണ്ടെങ്കിൽ അനുവിന്റെ പ്രസൻസിലും ആബ്സെൻസിലും ഇപ്പൊ മോഹൻലാൽ ഉള്ളപ്പോൾ ലാലേട്ടൻ വന്നൊക്കെ പറയണ്ടായിരുന്നു അനു ഉണ്ടായിരുന്നെങ്കിൽ, അനു ഇല്ലായിരുന്നെങ്കിൽ ഡ്രാമ കുറയായിരുന്നു. ഇൻ കേസ് ഓഫ് അനുവിന് പകരം ഞാനാണ്, എന്റെ ഒരു ഫ്രണ്ടാണ്. ഇപ്പൊ എനിക്കൊരു കണ്ടസ്റ്റന്റ് സീസൺ 5 ഉണ്ടായിരുന്നു, എന്റെ അടുത്ത് ഒട്ടി നിന്നിട്ട് ഞാൻ ഇല്ലാത്ത സമയത്തുള്ള സമയത്തും എന്നെ പറ്റി നെഗറ്റീവ് പറയുന്നത്. ആ ആളായിട്ട് ഇപ്പോഴും ഞാൻ ഓക്കെ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ അടുത്ത് ഓക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും വിഷയം വരുമ്പോൾ ഒറ്റ സംസാരിക്കുന്ന ഒരു അവസ്ഥ. പുതപ്പിന്റെ കേസിൽ ആദിലും നൂറയാണ് പുതപ്പ് കൊണ്ട് കൊടുത്തത്. എന്നിട്ട് ലാലേട്ടൻ വന്നപ്പോ എന്തായി, അവിടെ പ്ലേറ്റ് മാറി. അതേപോലെ നെവിന്റെ കേസിൽ നെവിൻ വെള്ളം ഒഴിച്ചപ്പോ ഇവൻ അനു വാട്ടർ ബോട്ടിൽ മറ്റേ കുപ്പിയിൽ വെള്ളം ഒഴിച്ചു. ആ കുപ്പിയിൽ വെള്ളം ഒഴിച്ചത് തെറ്റാന്ന് പറഞ്ഞു. പക്ഷെ നെവിൻ അവിടെ നിലത്ത് വെള്ളം ഒഴിച്ചത്, ബെഡിലോട്ട് വെള്ളം ഒഴിച്ചത് തെറ്റാന്ന് അതില പറഞ്ഞില്ല. അതേപോലെ തന്നെ അവിടെ ഇത്രയും വലിയൊരു വിഷയം നടക്കുമ്പോൾ അനുവിന്റെ ഭാഗത്തുനിന്ന് ജെൻഡർ കാർഡിന്റെ കാര്യത്തിൽ അതില അവിടെ തെറ്റാന്ന് പറഞ്ഞു. അപ്പൊ തെറ്റ് പറയുമ്പോ എല്ലാവരുടെ തെറ്റും പറയണം, മനസ്സിലായോ? അപ്പോ അനുവിന്റെ ഭാഗത്താണ് ഇവിടെ ഫോൾട്ട്. അനു ആണ് ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നിന്നത്. ഇത്രയായിട്ടും അനു ചിന്തിക്കാതെ ഇവരെ ട്രസ്റ്റ് ചെയ്ത് നിന്നതാണ്. അപ്പൊ ഫ്രണ്ട്ഷിപ്പിൽ യാതൊരു വിധത്തിലും ജെന്യൂനിറ്റിയും ഇല്ല. അപ്പൊ നല്ല ഫ്രണ്ട്സിനെ കിട്ടണമെങ്കിൽ മനസ്സിൽ കറ വേണമെന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ കുറ്റം പറയുന്നതാണോ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്? അപ്പം ഇവരിത് സ്പ്ലിറ്റ് ആയതുകൊണ്ടാണെങ്കിൽ നന്നായി. ഇനിയെങ്കിലും ഇത് ഒരുമിക്കാതെ കുറച്ച് ദിവസം ഇവർ ഫൈറ്റ് ചെയ്ത് നിൽക്കട്ടെ. ഇതിലും ഭേദം മാറി നിന്നിട്ട് എഗൻസ്റ്റ് ആയിട്ട് കളിക്കുന്നതായിരുന്നു. ഇത് പറയുമ്പോൾ പാട്ട ഗേൾസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് അവർ ഉണ്ടാക്കി, എന്നിട്ട് അതിന്റെ അകത്ത് മുഴുവനും വഴക്കാണ്. അനു റിലേഷൻഷിപ്പിൽ കാണിക്കുന്ന ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ജെന്യൂനിറ്റി ഇവർ കാണിക്കുന്നില്ല. ഇപ്പൊ പല ആൾക്കാരും പറയുന്നുണ്ട് അനു ഡ്രാമ ക്യൂനാണ്, അനു എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ് ബേബി മെറ്റീരിയൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല. തരക്കേടില്ല, അനു അവിടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ PR-ന്റെ കാര്യം നോറ പറഞ്ഞത് തെറ്റ് തന്നെയാണ്. അപ്പൊ അതെന്താ ഇവരുടെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാത്തവിടെ PR ഇല്ലാത്തവർ ആരല്ല, എല്ലാവർക്കും PR ഉണ്ട്. അനു മാത്രമല്ല ഈ സീസണിൽ PR കൊണ്ടുവന്ന്, കഴിഞ്ഞ സീസണിൽ എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സീസണിൽ അനുവിന്റെ PR-നെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുക. ഈ കൊച്ചിന് പുറത്തിറങ്ങിയാലും കപ്പ് വാങ്ങിച്ചത് PR കൊണ്ട് തന്നെ എന്ന് പറയുള്ളൂ. അത് അനുവിന് ഏറ്റവും വലിയൊരു ട്രോമ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, മനസ്സിലായോ? അപ്പൊ അനുവിന്റെ ഭാഗത്തുനിന്നും ഫോൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് ഇതായില്ല, കയറിയിട്ട് ഒരു ഓവർ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഓവർ ഇത് കൊടുക്കുക. അതേപോലെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പൊ തന്നെ വഴക്കിട്ട് ഡ്രോപ്പ് ആക്കിയിട്ട് പോവുക. ആൻഡ് ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച വ്യക്തി അത് നെവിനാണ്. നെവിന്റെ മുഖത്തുണ്ട് ആ സന്തോഷം. ഇപ്പോഴത്തെ റീലിൽ പുതിയൊരു ഹസ്കി ഡോഗിന്റെ ഡാൻസ് കാണിക്കുന്നില്ല, ആ അവസ്ഥയാണ് നെവിൻ അവിടെ മൈൻഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ മിണ്ടാണ്ടിരിക്കുന്ന സാബുമാൻ വരെ സംസാരിച്ചു അനുവിന്റെ അടുത്ത്. അപ്പോൾ അവർക്ക് അത് താല്പര്യമില്ലെങ്കിൽ എന്റെ അമ്മയൊക്കെ പറയും ഈ നോക്കാത്ത തേവരെ തൊടാൻ നിൽക്കരുതെന്ന്, ഉറക്കത്തിൽ കാലിരുമാൻ നിൽക്കരുതെന്നൊക്കെ പറയും. കാരണം ഇവരെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അനു ഇപ്പോഴെങ്കിലും പഠിക്കട്ടെ, ഡിസേർവ് ചെയ്യാത്ത ആളുകളെ മാറ്റി നിർത്തണം എന്നുള്ളത്. അല്ലാതെ ഇപ്പൊ എന്തായി, ആസ് യൂഷ്വൽ എല്ലാം കൂടി അനുവിന്റെ തലയിൽ വന്നു വീണു. ആൻഡ് പാട്ട ഗേൾസിൽ ഇവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ബോണ്ടൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ അതിലെ നോറയാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ വലിച്ചിട്ട് കളിയാക്കോ, ചീത്ത പറയോ, കുറ്റം പറയോ? ഇല്ല. വൈ? അതങ്ങനെയാണ്.